അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അമ്മയോട് നമ്മുടെ കുടുംബത്തിന് ഒരു ഭക്തി ഉണ്ടെങ്കിൽ, അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ, അമ്മയോട് ആ സ്നേഹം നിലനിർത്തുന്നുണ്ടെങ്കിൽ, ആ കുടുംബത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അമ്മ തൻ്റെ മകനോട് പറയുമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും അമ്മ അത് പതുക്കെ പതുക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കുക, എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധമ്മയുണ്ടോ എന്നുള്ളത്. പരിശുദ്ധമ്മയുടെ ജപമാല എൻ്റെ കുടുംബത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉപരിയായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ജപമാല ധരിക്കാൻ എനിക്ക് പറ്റുന്ന മനസ്സുണ്ടോ എന്നുള്ളതാണ്. ആ ജപമാല കൊണ്ട് നടക്കാൻ എനിക്ക് ഒരു സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. അമ്മയെ ചേർത്ത് പിടിക്കുന്നവരെ അമ്മയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വേദന വരുമ്പോൾ, അല്ലെങ്കിൽ തടസ്സം വരുമ്പോൾ, അല്ലെങ്കിൽ നടന്നില്ല എന്ന് വരുമ്പോഴാണ് പലപ്പോഴും ഈ പരിശുദ്ധ അമ്മയും അതുപോലെ ജപമാലയും കൃപാസന മാതാവും അതുപോലെ തന്നെ കുരുക്കഴിക്കുന്ന മാതാവും ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പോഴല്ല കേട്ടോ വേണ്ടത്. ഇവരൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് കണ്ണു തുറക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രം. ആവശ്യം വരുമ്പോഴുള്ളതല്ല അമ്മയുടെ സാന്നിധ്യം. അമ്മ കൂടെ ഉണ്ടാകട്ടെ. കനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിലെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു, പരിശുദ്ധമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാകണമെങ്കിൽ അമ്മയെ മതിമറന്ന് സ്നേഹിക്കണം. അമ്മയെ എൻ്റെ കുടുംബം ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം.